ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തൈര് മുളകിട്ട കറിയാണേ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണേ. അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഒരു 13 പച്ചമുളക് എടുത്തിട്ടുണ്ടേ. അതിന്റെ സെന്ററിലായിട്ട് എല്ലാത്തിന്റെ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടേ. ഇതിപ്പം ഒരുപാട് എരിയുള്ള പച്ചമുളകല്ല. നിങ്ങളുടെ കയ്യിൽ എരിയുള്ളതാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനെ നിങ്ങൾ എടുക്കാവേ. ഇതിപ്പോ ഒരുപാട് എരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ 13 എടുത്തിട്ടുണ്ട്. ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിപ്പോ ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. കഴുകിയ ശേഷം ഒന്ന് തുടച്ചിട്ട് വേണേ നമ്മൾ ചേർത്ത് കൊടുക്കാന്. അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് നമ്മുടെ ദേഹത്തൊക്കെ വീഴും. പച്ചമുളകിൽ ഉപ്പെല്ലാം പിടിച്ചു കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടണം. പച്ചമുളകെല്ലാം ഇതേ രീതിയിൽ നമുക്കൊന്ന് കിട്ടണേ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണേ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി നമ്മൾ വഴറ്റി എടുക്കുന്നതുകൊണ്ട് നമ്മുടെ പച്ചമുളകിന് ഒരുപാട് എരിയൊന്നും കാണത്തില്ലേ. അര ടീസ്പൂൺ ഉപ്പും കൂടി. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കട്ട തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ലേ. ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോഴല്ലേ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റൂ. കുറച്ച് ചൂട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ചൂടോടുകൂടി ചേർത്ത് കൊടുത്താലേ തൈര് പിരിഞ്ഞു പോവേ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഫ്രണ്ട്സ്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു അര ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ കടുക്, 2 ചെറിയ ഉള്ളി, കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടേ. ചൂട് ചോറിൻ്റെ കൂടെ ഈ മുളക് ഉടച്ചതും കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് തൈര് കറിയാണെന്ന് ഇത്. സൂപ്പർ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. മുളകിന് എരിയോ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. താങ്ക് യു.